ഞങ്ങൾ ഇറങ്ങട്ടെ. പുല്ലിരിക്കും നിൽക്കാം, അതാകുമ്പോ വലിയ പ്രശ്നം ഉണ്ടാവില്ല. കല്ലാകുമ്പോ ഇവിടെ വഴുക്കുണ്ടാവില്ല. പുല്ലിക്കൂടെ ഇതൊക്കെ ഞങ്ങളുടെ മേലെ. ഇത് നോക്ക്, സ്നോ വീഴുന്നുണ്ടോ? കണ്ണിൽ പീലി, അത് കാണിക്ക്. കൺപീലിയിൽ ഐസ് കട്ടാ. ഞങ്ങളുടെ ഫസ്റ്റ് സ്നോ ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ടാ പെയ്യുന്നു. കണ്ണിന്റെ പീലിയില് എന്ത് വന്ന് അവന്റെ കണ്ണിന്റെ പീലി നോക്കാം. എന്നാടാ അത് മോത്ത് വീട്? മോത്ത് എന്താ? ഓ എന്റെ പന്നി, എന്റെ പന്നി ഇത്. കിച്ച് 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 കിച്ച്. ഇത് കാലായിരിക്കും നടക്കണ്ടാകാ. കാല് നടക്കണ്ടോ? പുഞ്ചിരി പെണ്ണേ, പുഞ്ചിരി പെണ്ണേ. വായ കൊള്ളിക്കേറ്റി പിടിച്ചു. ഹലോ ബേബി. അതാടാ അച്ഛൻ്റെ മേലെയൊക്കെ സ്നോ വീണിരിക്കുന്നുണ്ടോ? മഞ്ഞുമഴക്കാറ്റിൽ കുഞ്ഞുമൂളം കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ. അവരുള്ളിൽ പോയി. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടിൽ സ്നോ വീണിട്ട് അതിൻ്റെ ഷേപ്പ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു. അത് പറ്റാതെ വന്നപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു ഐഡിയ ചെയ്തു. ഒരു ചെറിയ ഒരു തലേണ എടുത്തിട്ട് അതിൽ ഞാൻ സ്നോ പിടിച്ച് നോക്കി. അപ്പം ഈ അത്യാവശ്യം ഷേപ്പ് മാറാതെ അതിൻ്റെ കിട്ടുന്നുണ്ട്. നല്ല നല്ല ഷേപ്പാട്ടോ. കുറച്ചൊന്ന് പോസ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ വീലിൻ്റെ ഷേപ്പും നല്ല രസമുണ്ട്. ചിലത് നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്കായിട്ട് കാണുമ്പോൾ അതുണ്ട്, അതൊരു നല്ലൊരു വീലാണ്. അങ്ങനെ ആ ഒരു രസമുള്ള ഷേപ്പുകൾ. അയ്യോ, ഇങ്ങനെ ചെടികളുടെ മേലെ തലേണ കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ സ്നോവിൻ്റെ ഷേപ്പ് ക്യാപ്ചർ ചെയ്തത്. അത്യാവശ്യം ഷേപ്പ് കിട്ടിയെങ്കിലും ഒരു പണി പാളി ഗൈസ്. നമ്മുടെ തലേണ കുറച്ച് നനഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ബായ്.